നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാടൻ ഒരു വിഭവമായിട്ടാണ്. ഒരു റൈസാണ്. നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെങ്കിലും ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. ഇപ്പോൾ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണ്, അല്ലെങ്കിൽ നേരത്തെ എവിടെയെങ്കിലും പോകണം, ലഞ്ചൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കറി വേറെ തോരൻ വേറെ അങ്ങനെയൊന്നും ഉണ്ടാക്കുക വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമില്ല, ഞാനിപ്പം വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. സാധാരണ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കളറിന് വേണ്ടി കുറച്ചും കൂടെ ചേർക്കാം. എരിവ് അത്ര ഉണ്ടാവില്ലല്ലോ. ഇത് വീണ്ടും വഴറ്റാണ്. ഇതാ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായിട്ട് അരിഞ്ഞാണ് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ വാടി വന്നിട്ടുണ്ട്, അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വാടി തക്കാളിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിലൊന്നും ആവണ്ട. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. നമുക്കിതിനായിട്ട് 3 മുട്ടയാണ് വേണ്ടത്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സവാളയെല്ലാം സൈഡിലേക്ക് മാറ്റി ആക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഈ സവാളയിലൊക്കെ മൊത്തം മുട്ട കോട്ട് ചെയ്തിട്ട് അങ്ങനെ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമായിരിക്കും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ മുട്ടയെല്ലാം നമ്മൾ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സവാളയുടെ കൂടെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഏത് അരി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കട്ടെ. നമ്മൾ സാധാരണ ഏത് റൈസാണോ വെക്കാറുള്ളത് അത് ഉപയോഗിക്കാം. ഞാനിവിടെ കുറുവ അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പറയുന്നില്ല, എത്ര അളവാണ് എടുക്കുന്നത് എന്നുള്ളത് പറയുന്നില്ല. നമ്മൾ മസാല എത്രത്തോളം വേണം ചോറിന് അതൊക്കെ നോക്കിയിട്ടാണ് ഇടുന്നത്. ഞാൻ അവസാനം എന്തായാലും ചേർത്തിട്ട് എത്രയാണ് ടോട്ടലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്നുള്ളത് പറയാം. അപ്പം ഇതിനി പച്ചരി വേണമെങ്കിൽ പച്ചരി ഉപയോഗിക്കാം, ബസ്മതി വേണമെങ്കിൽ ബസ്മതി ഉപയോഗിക്കാം, അതൊന്നും കുഴപ്പമില്ല. അപ്പം എന്തായാലും നമുക്കിത് കുറച്ചായിട്ട് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് 3 കപ്പാണ് ചോറ് ചേർത്ത് കൊടുത്തത്. നമുക്ക് മിക്സ് ചെയ്യാം. 1 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ ടോട്ടൽ 4 കപ്പാണ് നമ്മൾ ചോറ് ചേർത്തത്. അപ്പം ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേറൊരു കാര്യം കൂടെ ചേർക്കണം. അതിൻ്റെ പരിപാടികൾ നോക്കാം. ഇനി നമുക്ക് ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കണം, ചമ്മന്തി പൊടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 6 or 7 ചെറിയുള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഉപ്പും ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സായി വന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക്
നമ്മൾ പൊടിച്ചു വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിൽ ചമ്മന്തി പൊടിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുട്ടയുടെ ആ കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാൻ ചോറ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് ഇളക്കി കഴിച്ചിട്ട് നമുക്ക് നോക്കാം, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോറ് വേവിക്കുമ്പം കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചു കൊടുക്കാം, അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാം, മല്ലിയില. അപ്പോൾ നമ്മുടെ മുട്ട ചമ്മന്തി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട, വേറെ കറിയോ ഒന്നും വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഒരു തൈരും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏത് റൈസ് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്, കാരണം വെന്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ ഇങ്ങനെ അടിഞ്ഞു പോകുന്ന പോലെയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഉപ്പ് ചേർക്കുമ്പോഴും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ റൈസിൽ ഉപ്പ് ചേർക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളതിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ വാഴയിലൊക്കെ ഉണ്ട് വീട്ടിലെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാഴയിലയിൽ പൊതിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാനുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.